ഓക്കെ ഗൈസ്, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിൻ്റെയും ഡെറിവേഷനാണ്. ഓക്കെ, സോ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രാവിറ്റി ഡാമിൻ്റെ ഒരു ജനറൽ ലേ ഔട്ട് ഓർത്ത് കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്ന ടോ സൈഡ്, ഓക്കെ, അപ് സ്ട്രീം സൈഡിൽ ഹീല് വരുന്നു, അതുപോലെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിലാണ് ടോ വരുന്നത്. സോ ആ ഒരു ടോ സൈഡിൽ വരുന്ന ഒരു സ്മോൾ എലമെൻറ്റ് ഞാൻ എന്ത് ചെയ്തു കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഐ നെയിംഡ് ദിസ് എലമെൻറ്റ് ആസ് ABC. ഓക്കെ, ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള എലമെൻ്റ് ആണ്, അതിൻ്റെ എൻലാർജ്ഡ് ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സ്മോൾ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ABC എന്ന് പറയുന്നതാണ് എൻ്റെ എലമെൻറ്റ്. അതിൽ 3 ഫേസസ് ഉണ്ട്, ഫേസ് AB, അതുപോലെ ഫേസ് BC ആൻഡ് ഫേസ് CA. ഓക്കെ, AB ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലാണ് നമ്മുടെ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്, വിച്ച് ഈസ് ഓഫ് ഇൻറ്റൻസിറ്റി P'. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഈ ഒരു എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ABയും അതുപോലെ തന്നെ ഫേസ് BCയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 90 ഡിഗ്രിയാണ് അത് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് AB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ടു ദി വെർട്ടിക്കൽ വിച്ച് ഈസ് ഷോൺ ഹിയർ. ഓക്കെ, വെർട്ടിക്കലുമായിട്ട് ഈ ഒരു ഫേസ് AB മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ഈ ഒരു ഫേസിൽ AB ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് P' ആണ്, ദറ്റ് ഈസ് വാട്ടർ പ്രഷർ. അതാണ് P' എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദി ഫേസ്. ഓക്കെ, അപ്പം അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഫേസ് 90 ഡിഗ്രിയാണ് ഈ ഒരു ആൽഫ ഡിഗ്രിയാണ് ഈ ഒരു വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ഒരു P' എന്ന് പറയുന്ന ഒരു വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത്. അതുപോലെ BC ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ സിഗ്മയാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ദി നോർമൽ സ്ട്രെസ് ആണ്. ഓക്കെ, നോർമൽ സ്ട്രെസ് ആണ് സിഗ്മ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ BC ഫേസിൽ ആക്ട് ചെയ്യുന്നത്. അതും ആ ഒരു ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ CA ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ആക്ട് ചെയ്യുന്നത് PV ആണ്. PV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് വെർട്ടിക്കൽ പ്രഷർ. ഓക്കെ, വെർട്ടിക്കൽ പ്രഷറാണ് PV എന്ന് പറയുന്നത്. അത് AC ഫേസിൽ ആക്ട് ചെയ്യുന്നു. ഓൾസോ അവിടെ ടോ എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഷിയർ സ്ട്രെസ് ടോയും ഈ ഒരു AC ഫേസ് അല്ലെങ്കിൽ CA ഫേസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഇൻറ്റൻസിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി ഈ ഓരോ ഫേസിൻ്റെയും ലെങ്ത്, AB ഫേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് DS ആണ്. അതുപോലെ BC ഫേസിൻ്റെ ലെങ്ത് ആണ് സ്മോൾ dr ആൻഡ് CA ഫേസിൻ്റെ ലെങ്ത് ആണ് സ്മോൾ dB എന്ന് പറയുന്നത്. DS, DR ആൻഡ് DB ആർ ദി ലെങ്ത് ഓഫ് ദി ഫേസസ് AB, BC ആൻഡ് CA റെസ്പെക്റ്റീവ്ലി. നമ്മൾ ഈ ഒരു എലമെൻറ്റിനെ പറ്റിയുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് നമ്മുടെ ഡെറിവേഷന് മുന്നേ ആയിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇൻറ്റൻസിറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ ലെങ്ത്തും ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്, റിസൾട്ടൻ്റ് ഫോഴ്സ് വേണം ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രാവിറ്റി ഡാമിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ അതിലെ എക്സ്റ്റേണൽ ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദി ഡാമിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു 2 ഡയമെൻഷണൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഡാമിൻ്റെ യൂണിറ്റ് ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, ഡാമിൻ്റെ യൂണിറ്റ് ലെങ്ത് കൺസിഡർ ചെയ്യുന്നു. ഓൾസോ നമ്മുടെ കയ്യിലുള്ളത് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറാണ്, അതുപോലെ തന്നെ ലെങ്ത്തും അറിയാം. ഓക്കെ, ബ്രെഡ്ത്ത് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണല്ലോ. അപ്പം ഇൻറ്റൻസിറ്റി അതായത് സ്ട്രെസ് അത് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ നമുക്ക് ഏരിയ വേണം. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, DR, DS, DB എന്ന് പറയുന്നതാണ് ഓരോ ഫേസിൻ്റെയും ലെങ്ത്. ഇത് ഓരോന്നിൻ്റെയും യൂണിറ്റ് ബ്രെഡ്ത്തുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെ എഴുതാം? AB ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രെസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് P' ആണ്. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് P' ഇൻറ്റു അതിൻ്റെ ലെങ്ത് ആയ DS ഇൻറ്റു അതിൻ്റെ ബ്രെഡ്ത്ത് ആയ 1. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് P'(ds) ആണ്, which is acting perpendicular to the face AB. ഓക്കെ, AB ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് P'(ds) എന്ന് പറയുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. അതുപോലെ BC ഫേസ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മയാണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് DR ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ DR ഇൻറ്റു 1, സിഗ്മ DR. ഓക്കെ, അതും പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ CA ഫേസ് നോക്കിക്കഴിഞ്ഞാൽ PV ആണ് അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, DB ആണ് അതിൻ്റെ ലെങ്ത്. സോ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് PV dB ഇൻറ്റു 1, PV dB. ഓക്കെ, പിന്നെ അവിടെ ഷിയർ സ്ട്രെസ് ടോയും ആക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ടാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഫോഴ്സസ് ഉണ്ട്. P', സിഗ്മ dr ആൻഡ് PV/dB 3 ഫോഴ്സസ് ഉണ്ട്. ഈ 3 ഫോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ PV/dB എന്ന് പറയുന്നത് പ്യുവർലി വെർട്ടിക്കലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. P', അതുപോലെ സിഗ്മ dr ആക്ട് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, നമ്മുടെ XY ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, P', അതുപോലെ സിഗ്മ dr ആക്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ റിസോൾവ് ദീസ് 2 ഫോഴ്സസ് ഇൻ ബോത്ത് X ആൻഡ് Y ഡയറക്ഷൻസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി ആംഗിൾ അറ്റ് വിച്ച് ദേ ആർ ആക്ടിങ്. സോ ഈ ഒരു P', എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു AB എന്ന് പറയുന്ന ഫേസ് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്. ഈ ഒരു ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് P', എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ P', എന്ന് പറയുന്നത് വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ ഫോഴ്സും ഈ ഒരു ഫേസും തമ്മിലുള്ള ടോട്ടൽ ആംഗിൾ 90. ഓക്കെ, ഈ ഫേസും വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിൾ ആൽഫ. അപ്പം ഈ ഒരു ഫോഴ്സ് P', വെർട്ടിക്കലും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് ആൽഫ. അപ്പോൾ P', ആക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ. അതുപോലെ സിഗ്മ dr നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിളാണ് ആൽഫ. അപ്പോൾ ബൈ ട്രിഗണോമെട്രിക് റിലേഷൻസ് ഇവിടുത്തെ ആംഗിൾ എന്ത് വരും? ആൽഫ വരും. ഓക്കെ, അപ്പം ഈ ഒരു സിഗ്മ dr എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലുമായിട്ട് ആൽഫ ആംഗിളിലാണ്. P', എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ആംഗിളിലും സിഗ്മ dr എന്ന് പറയുന്നത് ആൽഫ ആംഗിളിലുമാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ഫോഴ്സിനെയും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ആംഗിൾ വെച്ച് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നത്? P', നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം ഏത് ക്വാഡ്രൻ്റാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഇത് നമ്മുടെ വെർട്ടിക്കൽ ആക്സിസ്, ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസും കൂടി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ P', വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് റിസോൾവ് ചെയ്യുമ്പോൾ വരുന്ന ഡയറക്ഷൻ അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് വേണം. അപ്പം ഇതെന്താണ്, വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളിനടുത്തായിട്ടല്ലേ നിൽക്കുന്നത്. സോ നമുക്കതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് P', വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? P', cos 90 മൈനസ് ആൽഫ എന്ന് എഴുതാം, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ബിക്കോസ് ആംഗിളിനടുത്തായിട്ടാണ് ആ കമ്പോണൻറ്റ് വരുന്നത്. സോ എന്തെഴുതും? കോസ് കമ്പോണൻറ്റ് എടുക്കും. P', cos 90 മൈനസ് ആൽഫ. കോസ് 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ആൽഫയാണ്. അപ്പോൾ P', സൈൻ ആൽഫ എന്ന് പറയുന്നതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇനി ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ആംഗിളിൻ്റെ ദൂരെ കിടക്കുന്ന സൈഡല്ലേ, അപ്പോൾ അവിടെ നമ്മൾ സൈൻ കമ്പോണൻ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ P', സൈൻ 90 മൈനസ് ആൽഫ, വിച്ച് ഈസ് സൈൻ 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് കോസ് ആൽഫയാണ്. അപ്പോൾ P', കോസ് ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് P', സൈൻ ആൽഫ എന്നും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് P', കോസ് ആൽഫ എന്നും കിട്ടി. അതുപോലെ സിഗ്മ dr നമുക്ക് റിസോൾവ് ചെയ്യാം. സിഗ്മ dr വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആംഗിൾ ആൽഫ ഇവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ അടുത്താണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. സോ കോസ് കമ്പോണൻറ്റ് എടുക്കും. അപ്പോൾ സിഗ്മ dr കോസ് ആൽഫയാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. അതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് സിഗ്മ dr സൈൻ ആൽഫ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, ബിക്കോസ് ഇത് ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഇത് വരുന്നത്. അപ്പം വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡൗൺവേർഡും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് റൈറ്റിലേക്കും ആക്ട് ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഫിഗറിൽ നിന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ഈ നമ്മുടെ കയ്യിലുള്ള ഫോഴ്സസിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം കൺസിഡർ ചെയ്യും. ഓക്കെ, നമ്മൾ ഫോഴ്സ് എല്ലാം റിസോൾവ് ചെയ്ത് കൈ വെച്ചിട്ടുണ്ടല്ലോ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട്. അതിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? പ്യുവർലി വെർട്ടിക്കലായിട്ട് PV/dB എന്ന് പറയുന്ന ഫോഴ്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? P', വെർട്ടിക്കൽ കമ്പോണൻറ്റും സിഗ്മ dr വെർട്ടിക്കൽ കമ്പോണൻറ്റും. P', വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്തായിരുന്നു? P', കോസ് 90 മൈനസ് ആൽഫ, അതായത് P', സൈൻ ആൽഫ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, P', സൈൻ ആൽഫ. പിന്നെ വരുന്നത് ഏതാണ്? സിഗ്മ dr വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് സിഗ്മ dr കോസ് ആൽഫ. ഓക്കെ, ആംഗിളിൻ്റെ അടുത്ത് കിടക്കുന്നതായതുകൊണ്ടാണ് അവിടെ നമ്മൾ കോസ് കമ്പോണൻറ്റ് എടുക്കുന്നത്. അപ്പോൾ സിഗ്മ dr കോസ് ആൽഫ, സിഗ്മ dr കോസ് ആൽഫ. പിന്നെ ഉള്ളത് ഏതാണ്? നമ്മുടെ PV/dB. അപ്പം ഈ 2 വെർട്ടിക്കൽ കമ്പോണൻസ് P', സിഗ്മ dr വെർട്ടിക്കൽ കമ്പോണൻസ് ഡൗൺവേർഡാണ് ആക്ട് ചെയ്തത്. PV/dB എന്ന് പറയുന്നത് അപ്വേർഡാണ് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് സൈനാണ് വരുന്നത്, അതുകൊണ്ടാണ് ഈക്വൽ ടു സൈനിൻ്റെ 2 സൈഡിലായിട്ട് എഴുതിയത്. P', സൈൻ ആൽഫ പ്ലസ് സിഗ്മ dr കോസ് ആൽഫ ഇസ് ഈക്വൽ ടു PV/dB എന്ന് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസിനെ എല്ലാം കൂടി നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതി.
ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയല്ലേ നമ്മുടെ ആൽഫ ആംഗിൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ആൽഫ ആംഗിൾ വെച്ചിട്ട് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുമാണ്. ഇവിടുത്തെ ആംഗിൾ 90 ആണ്. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ എഴുതാൻ പറ്റും. ഓക്കെ, ഈ എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു എലമെൻ്ററി പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ആംഗിൾ ആൽഫ ഉള്ളത്. സോ ഇതാണ് എ ബി എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്, ബി സി എന്ന് പറയുന്നതാണ് അഡ്ജസൻറ്റ് സൈഡ്, ആൻഡ് എ സി എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. സോ നമുക്ക് സൈൻ ആൽഫ എങ്ങനെ എഴുതാം? സൈൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സോ സൈൻ ആൽഫ എന്ന് പറയുന്നത് എ ബി ബൈ എ സി ആണ് വരുന്നത്. സോ എ ബി എന്ന് പറയുന്നത് ഡി എസ് ആണ്, അതുപോലെ എ സി എന്ന് പറയുന്നത് ഡി ബി ആണ്. സോ നമുക്ക് സൈൻ ആൽഫേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ബി എന്ന് എഴുതാം. അതുപോലെ കോസ് ആൽഫേൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ് ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡിൻ്റെ ലെങ്ത് ഡി ആർ ആണ്, ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി ബി ആണ്. സോ ദാറ്റ് കോസ് ആൽഫേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ബി എന്ന് എഴുതാം. ഓക്കെ, കോസ് ആൽഫേൻ്റെ വാല്യൂ എഴുതി. അപ്പം സൈൻ ആൽഫേൻ്റെയും കോസ് ആൽഫേൻ്റെയും വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡി എസിൻ്റെയും ഡി ആറിൻ്റെയും വാല്യൂസ് എടുക്കാൻ പറ്റും. ബിക്കോസ് നമ്മുടെ ഇക്വേഷനിലുള്ളത് ഡി എസും ഡി ആറുമാണ്, അതിൻ്റെ വാല്യൂസ് നമുക്ക് വേണം. സോ ഡി എസിൻ്റെ വാല്യൂ എന്ത് വരും? ഡി ബി സൈൻ ആൽഫ എന്ന് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ ഡി ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി ബി കോസ് ആൽഫ വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. പി ഡാഷ് ഡി എസിന് പകരം എന്ത് കൊടുക്കാം? ഡി ബി സൈൻ ആൽഫ എന്ന് കൊടുക്കാം. സോ പി ഡാഷ് ഡി ബി സൈൻ ആൽഫ ഇൻറ്റു പിന്നെ ഇവിടെ ഒരു സൈൻ ആൽഫ ബാലൻസ് ഉണ്ട്, അതും കൂടി കൊടുത്തു, പ്ലസ് സിഗ്മ ടി ആറിന് പകരം ഡി ബി കോസ് ആൽഫ, സിഗ്മ ഡി ബി കോസ് ആൽഫ ഇൻറ്റു ഈ ഒരു കോസ് ആൽഫ ഈക്വൽ ടു പി വി ഡി ബി. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ടേംസിലും ഡി ബി എന്തുണ്ട്? കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം ഡി ബിയെ. ഈ 2 ടേംസിൽ നിന്നും ഡി ബി കോമൺ എടുത്തിട്ട് ഇവിടെയുള്ള ഡി ബിയുമായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ പറ്റും? പി ഡാഷ് സൈൻ സ്ക്വയർ ആൽഫ, ഈ 2 സൈൻ ആൽഫയോട് ചേർന്നു, പ്ലസ് സിഗ്മ കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു പി വി. നമുക്ക് വേണ്ടത് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് വേണ്ടത്. നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. പി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ പ്രഷറും പി വി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിക്കൽ സ്ട്രെസ്സുമാണ്. നമുക്ക് വേണ്ടത് സിഗ്മയാണ്. സോ നമുക്ക് സിഗ്മ എങ്ങനെ എഴുതാം? ഈ ഒരു ടേം മാത്രം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പി വി മൈനസ് പി ഡാഷ് സൈൻ സ്ക്വയർ ആൽഫയാണ് സിഗ്മ കോസ് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത്. നമുക്ക് സിഗ്മാൻ്റെ വാല്യൂ വേണം. അപ്പോൾ കോസ് സ്ക്വയർ ആൽഫ ഡിനോമിനേറ്ററിൽ പോവും. പി വി മൈനസ് പി ഡാഷ് സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ എന്ന് നമുക്ക് സിഗ്മയുടെ വാല്യൂ കിട്ടും. അപ്പം ഡിനോമിനേറ്ററിൽ വരുന്ന കോസ് സ്ക്വയർ ആൽഫ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് സീക്ക് സ്ക്വയർ ആൽഫ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ എന്തെന്ന് വരും? പി വി സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് സൈൻ സ്ക്വയർ ആൽഫ ബൈ കോസ് സ്ക്വയർ ആൽഫ, അതാണ് ടാൻ സ്ക്വയർ ആൽഫ ആയിട്ട് മാറിയത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ പി വി സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് നമുക്ക് നോർമൽ സ്ട്രെസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മാക്സിമം വാല്യൂ വരണം. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടണമെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടേം ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു നെഗറ്റീവ് ടേം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടും. ഈ ഒരു നെഗറ്റീവ് ടേം പോകണം എന്നുണ്ടെങ്കിൽ പി ഡാഷ് എന്ത് വരണം? 0 വരണം. പി ഡാഷ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഡൗൺ സ്ട്രീം സൈഡിലുള്ള വാട്ടർ പ്രഷറാണ് പി ഡാഷ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെയിൽ വാട്ടർ കാരണം ഉണ്ടാകുന്ന വാട്ടർ പ്രഷർ. അപ്പം ടെയിൽ വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവത്തില്ല? വാട്ടർ പ്രഷർ ഉണ്ടാവത്തില്ല. അപ്പം ടെയിൽ വാട്ടർ ഇല്ലാത്ത കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ടെയിൽ വാട്ടർ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി ഡാമിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിഗ്മ ഇസ് ഈക്വൽ ടു പി വി സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസിനെല്ലാം കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിറൈവ് ചെയ്തത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഷിയർ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് എല്ലാം കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇവിടെ ഷിയർ സ്ട്രെസ് ടോ ആക്ട് ചെയ്യുന്നുണ്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അത് ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പി ഡാഷ് ഡി എസിൻ്റെയും സിഗ്മ ഡി ആറിൻ്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഉണ്ട്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ പി ഡാഷ് ഡി എസിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പി ഡാഷ് ഡി എസ് കോസ് ആൽഫയാണ്. അതായത് സൈൻ 90 മൈനസ് ആൽഫ. പി ഡാഷ് ഡി എസ് കോസ് ആൽഫ, അത് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. സിഗ്മ ഡി ആർ സൈൻ ആൽഫ എന്ന് പറയുന്നത് ഇത് പി ഡാഷ് ഡി എസ് കോസ് ആൽഫ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. സിഗ്മ ഡി ആർ സൈൻ ആൽഫ എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ പി ഡാഷ് ഡി എസ് കോസ് ആൽഫയും ടോയും സെയിം ഡയറക്ഷനിലും, സിഗ്മ ഡി ആർ സൈൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് യൂസ് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. അപ്പം
സിഗ്മ ഡി ആർ സൈൻ ആൽഫ മൈനസ് പി ഡാഷ് ഡി എസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ടോ ഡി ബി. ടോ ആണ് നമ്മുടെ ഷിയർ സ്ട്രെസ്, അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് ഡി ബി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് യൂണിറ്റ്, ടോ ഡി ബി. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡി ആറിൻ്റെയും ഡി എസിൻ്റെയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേ ഇക്വേഷനിൽ നിന്ന് എഴുതുന്നു. ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എസിൻ്റെയും ഡി ആറിൻ്റെയും വാല്യൂസ് ഡി ബി സൈൻ ആൽഫ ഡി ബി കോസ് ആൽഫ എന്ന് നമ്മൾ റീറൈറ്റ് ചെയ്ത് ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് എന്തെന്ന് കിട്ടും, സിഗ്മ ഡി ആറിന് പകരം ഡി ബി കോസ് ആൽഫ, ദെൻ ഇക്വേഷനിലുള്ള സൈൻ ആൽഫ മൈനസ് പി ഡാഷ് ഡി എസിന് പകരം ഡി ബി സൈൻ ആൽഫ ആൻഡ് ദിസ് കോസ് ആൽഫ. ഓക്കെ, ഈക്വൽ ടു ടോ ഡി ബി. ദെൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ്റെ ആർ എച്ച് എസിലും എൽ എച്ച് എസിലുമുള്ള ഡി ബി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തെന്ന് കിട്ടും, സിഗ്മ സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് പി ഡാഷ് സൈൻ ആൽഫ കോസ് ആൽഫ ഈക്വൽ ടു ടോ എന്ന് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ആൽഫ കോസ് ആൽഫ കോമൺ എടുക്കാം. സോ സിഗ്മ മൈനസ് പി ഡാഷ് ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫയാണ് നമ്മുടെ ടോ എന്ന് പറയുന്നത്. സിഗ്മയുടെ വാല്യൂ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, നേരത്തെ നമ്മൾ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്മ എന്ന് പറയുന്നത് പി വി സിക്സ് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫയാണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ പി വി സിക്സ് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ മൈനസ് ഈ ഒരു പി ഡാഷ് ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ, അതാണ് നമ്മുടെ ടോയിൻ്റെ വാല്യൂ. അപ്പോൾ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് പി ഡാഷിനെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഒരു മൈനസ് പി ഡാഷ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പി വി സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് വരും. ഓക്കെ, അത്രയും ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം, പിന്നെ പുറത്തുള്ള സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ട്രിഗണോമെട്രിക് റിലേഷൻസ് വെച്ചിട്ട് 1 പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ ആൽഫയാണ്. ഓക്കെ, സോ നമുക്ക് എന്തെന്ന് എഴുതാം, പി വി സീക്ക് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് എന്താണ് സീക്ക് സ്ക്വയർ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് എഴുതാം. വീണ്ടും നമുക്ക് എന്ത് വന്നു, സീക്ക് സ്ക്വയർ ആൽഫ കോമൺ ആയിട്ട് വന്നു. അപ്പോൾ എഗെയിൻ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, പി വി മൈനസ് പി ഡാഷ് ഇൻറ്റു സീക്ക് സ്ക്വയർ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി സീക്ക് സ്ക്വയർ ആൽഫ എന്ന് വെച്ചാൽ എന്താ, 1 ബൈ കോസ് സ്ക്വയർ ആൽഫയാണ് സീക്ക് സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത്. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ നമുക്ക് കോസ് സ്ക്വയർ ആൽഫ വന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി സീക്ക് സ്ക്വയർ ആൽഫ എന്താണ് സീക്ക് സ്ക്വയർ ആൽഫയാക്കി റീറൈറ്റ് ചെയ്തെടുക്കുക ചെയ്ത്. ഇവിടെ നമുക്ക് സീക്ക് സ്ക്വയർ ആൽഫ വന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, കോസ് സ്ക്വയർ ആൽഫയാക്കി റീറൈറ്റ് ചെയ്യാൻ പോവാണ്. സോ പി വി മൈനസ് പി ഡാഷ് സൈൻ ആൽഫ കോസ് ആൽഫ, ഇവിടെയുള്ള സീക്ക് സ്ക്വയർ ആൽഫേനെ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി കോസ് സ്ക്വയർ ആൽഫ എന്നാക്കി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള കോസ് ആൽഫയും ഈ കോസ് ആൽഫയും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പി വി മൈനസ് പി ഡാഷ് ഇൻറ്റു സൈൻ ആൽഫ ബൈ ഒരു കോസ് ആൽഫ വരും, ദാറ്റ് ഈസ് ടാൻ ആൽഫ. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു പി വി മൈനസ് പി ഡാഷ് ടാൻ ആൽഫ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ, ഗ്രാവിറ്റി ഡാമിൻ്റെ പി വി മൈനസ് പി ഡാഷ് ഇൻറ്റു ടാൻ ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ എന്താണ് ജനറലി ഉള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്, രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇതാണ് മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി കവർ ചെയ്തു. സിമ്പിളായിട്ടുള്ള ഡെറിവേഷനാണ്. ആ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻസ് ഫോം ചെയ്ത് റിസോൾവ് ചെയ്ത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഡെറിവേഷനാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എലമെൻ്ററി പ്രൊഫൈലാണ്. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്ക്. ഓക്കെ, സോ എലമെൻ്ററി പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാവിറ്റി ഡാം. ഓക്കെ, ഗ്രാവിറ്റി ഡാം നോക്കുമ്പോഴത്തേക്കും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ ഒരു 8 ഫോഴ്സസിനെ പറ്റി, ഇൻക്ലൂഡിങ് വെയിറ്റ് ഓഫ് ദി ഡാം. ബാക്കി 7 എണ്ണം അതിൽ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ഡിസ്റ്റർബിംഗ് ഫോഴ്സസ്, വെയിറ്റ് ഓഫ് ദി ഡാം, സ്റ്റെബിലൈസിങ് ഫോഴ്സ്. അതാണ് നമ്മൾ ജനറലി ഗ്രാവിറ്റി ഡാമിൻ്റെ ഡിസ്കഷനിൽ പറയുന്നത്. പക്ഷേ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത് നമ്മുടെ ഗ്രാവിറ്റി ഡാമിൽ എക്സ്റ്റേണൽ ആയിട്ട് വാട്ടർ പ്രഷർ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സസും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ വരുന്നതാണ് ഈ ഒരു എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് എലമെൻ്ററി പ്രൊഫൈൽ ഓഫ് എ ഡാം സബ്ജക്റ്റഡ് ഓൺലി ടു വാട്ടർ പ്രഷർ ഓൺ ദി അപ്സ്ട്രീം സൈഡ്. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ പ്രഷർ മാത്രമേ ഉള്ളൂ. സിൽറ്റ് പ്രഷർ, ഐസ് പ്രഷർ, എർത്ത് പ്രഷർ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല. വാട്ടർ പ്രഷർ മാത്രമുള്ളതാണ് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ഒരു എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, വാട്ടർ ലെവലിൽ 0 വിഴുത്തും അതുപോലെ തന്നെ എന്താണ് റിസർവോയറിൻ്റെ ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും എന്താണ് ക്യാപിറ്റൽ B വിഴുത്തുമുള്ള ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും നമ്മുടെ ഒരു എലമെൻ്ററി പ്രൊഫൈൽ. അപ്സ്ട്രീം സൈഡിൽ വാട്ടർ പ്രഷർ മാത്രം ആക്ട് ചെയ്യുന്നു, അതാണ് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിന് സിമിലർ ആയിട്ടുള്ള ഒരു ഡയഗ്രം ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അതാണ് എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എഗെയിൻ ഒരു ഡെറിവേഷനാണ് വരുന്നത്. ഓക്കെ,
എന്താണ് എലമെൻ്ററി പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സിനും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിനും എന്ത് ഡിഫറൻസ് ആണ് വരുന്നത്, അതിൻ്റെ ഇക്വേഷൻസിന് എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു എലമെൻ്ററി പ്രൊഫൈലിൽ നമ്മൾ ചെയ്യുന്ന ഡെറിവേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേറെ കുറച്ച് 1-2 ഡെറിവേഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും ചേഞ്ചസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് 2 കണ്ടീഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർവോയർ എം ടി ആയിരിക്കുന്നത്, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് റിസർവോയർ ഫുൾ ആയിരിക്കുന്ന സമയം. ഇങ്ങനെ 2 കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പം റിസർവോയർ എം ടി ആയിരിക്കുന്ന ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ പ്രഷർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. റിസർവോയർ എം ടി ആണെന്നുണ്ടെങ്കിൽ വാട്ടർ പ്രഷർ കൊടുക്കാനുള്ള വാട്ടർ അവിടെ ഇല്ല. സോ ദാറ്റ് ഡാമിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് മാത്രമായിരിക്കും. ഓക്കെ, വെയിറ്റ് W മാത്രമായിരിക്കും. അത് എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു. സോ അത് ആ ഒരു ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് B/3 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഹീലിൽ നിന്നും B/3 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഡാം എം ടി ആയിരിക്കുന്ന കേസിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഡാം എം ടി ആയിരിക്കുന്ന കേസിൽ ആ ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ P മാക്സ് അല്ലെങ്കിൽ P മിനിമം. അതിൻ്റെ ഇക്വേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. σV/B × 1 ± 6C/B. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ അറിയാം. B/6 എന്ന് പറയുന്നത് മാക്സിമം എക്സെൻട്രിസിറ്റി വിച്ച് ഈസ് പോസിബിൾ ഇൻ എ ഗ്രാവിറ്റി ഡാം ഫോർ നോ ടെൻഷൻ ഫെയിലുവർ ഉണ്ടാവാതിരിക്കാൻ പറ്റുന്ന മാക്സിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് B/6 ആണ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ σV എന്ന് പറയുന്നത് ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ്. എം ടി ആയിരിക്കുന്ന കേസിൽ ഡാമിലുള്ള ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് W. സോ σV എന്ന് പറയുന്നത് W ആണ്. എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ B/6 ആണ്. ഈ 2 വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് നമ്മുടെ P മാക്സ് അല്ലെങ്കിൽ P മിനിമം എന്ന് പറയുന്നത് W/B × 1 ± 6/B × E പകരം B/6. ഓക്കെ, അപ്പം ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 ± 1 എന്ന് കിട്ടും. മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 + 1. സോ ദാറ്റ് മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് 2W/B എന്ന് കിട്ടും. അതുപോലെ മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് 1 - 1 0 ആയിട്ട് മാറുന്നു മിനിമം വെർട്ടിക്കൽ സ്ട്രെസ്. ഓക്കെ, ഇവിടെ നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഹീലിൽ നിന്നും B/3 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർ ടു ദി ഹീൽ. സോ മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഹീലിലും അതുപോലെ മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ടോയിലുമായിരിക്കും. അപ്പം ഹീലിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 2W/B. അതുപോലെ ടോയിൽ ആക്ട് ചെയ്യുന്ന മിനിമം വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് 0 എന്ന് കിട്ടിയത്. ഇത് നമ്മുടെ റിസർവോയർ എം ടി ആയിരിക്കുന്ന കേസിൽ. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷനാണ്, അതായത് റിസർവോയർ ഫുള്ളായിരിക്കുന്ന കേസിൽ. ഓക്കെ, സോ റിസർവോയർ ഫുള്ളായിരിക്കുന്ന കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡാമിൻ്റെ ബേസ് വിഡ്ത്താണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ B. ഓക്കെ, ക്യാപിറ്റൽ Bൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഗെയിൻ ഇതിൽ എന്ത് ചെയ്യുന്നു? 2 സബ് കണ്ടീഷൻസ് വരും. ഓക്കെ, റിസർവോയർ ഫുള്ളായിരിക്കുന്ന കേസിലുള്ള 2 സബ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും റിസർവോയർ ഫുള്ളായിരിക്കുമ്പോഴത്തേക്കും അവിടെ വാട്ടർ പ്രഷറും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റും ആക്ട് ചെയ്യും. വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്സ്ട്രീം സൈഡിലും വരാം, ഡൗൺ സ്ട്രീം സൈഡിലും വരാം. ഡൗൺ സ്ട്രീം സൈഡിൽ ടെയിൽ വാട്ടർ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഡൗൺ സ്ട്രീം സൈഡിലും വാട്ടർ പ്രഷർ വരാം. അതുപോലെ തന്നെ ഒരു വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? അപ്സ്ട്രീം സൈഡിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അതായത് റിസർവോയറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം ഡാമിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, അത് ഒരെണ്ണം. അതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി വരും, അതായത് നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഡാമിലുള്ള പോൾസ് ക്രാക്സിൽ കൂടിയൊക്കെ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന വാട്ടർ നമ്മുടെ ഡാമിലേക്ക് കൊടുക്കുന്ന അപ്പോൾ ഡയറക്ഷനിലുള്ള ത്രസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ ഒരു പ്രഷറും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നത് ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ല എന്നുള്ള ഒരു അസംഷനിലാണ്, അതായത് P' വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് കയ്യിലുള്ള ഫോഴ്സസ് എന്ന് പറയുന്നത് അപ്സ്ട്രീം സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, നമ്മുടെ റിസർവോയറിലുള്ള വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, പിന്നെന്താണ് അപ്ലിഫ്റ്റ് പ്രഷർ, അതായത് ഡാമിനടിയിൽ കൂടി പെർക്കുലേറ്റ് ചെയ്തു പോകുന്ന വാട്ടർ എക്സേർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള പ്രഷർ, അത് നമ്മൾ U എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അപ്ലിഫ്റ്റ് പ്രഷർ. പിന്നെ വരുന്നത് നമ്മുടെ ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റ്, ദാറ്റ് ഈസ് W. ഇങ്ങനെ 3 ഫോഴ്സസ് വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 3 ഫോഴ്സസ് P, W ആൻഡ് U, ഇതിൻ്റെ 3ൻ്റെയും കൂടി റിസൾട്ടൻ്റ് ലോവർ മിഡിൽ തേർഡ് പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കണ്ടീഷൻ.
സെക്കൻഡ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാം സേഫ് ഇൻ സ്ലൈഡിംഗ് ആണ്. ഓക്കെ, അതായത് ഡാമിൽ സ്ലൈഡിംഗ് ഫെയിലുവർ ഉണ്ടാവുന്നില്ല. സ്ലൈഡിംഗ് ഫെയിലുവർ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഡാം കൊടുക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൽ എക്സേർട്ട് ആവുന്ന ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ളതാണ് സേഫ് ഇൻ സ്ലൈഡിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ 2 സബ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ 2 കണ്ടീഷൻസിലും നമ്മൾ ഡാമിൻ്റെ ബേസ് വിഡ്ത്തിൽ എന്ത് ഡിഫറൻസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ് കണ്ടീഷൻ നോക്കാം. പിൻ്റെയും ഡബ്ല്യുവിൻ്റെയും യുവിൻ്റെയും റിസൾട്ടൻ്റ് ലോവർ മിഡിൽ തേർഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കണം. പി ഇവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. യു ആണ് താഴെ നിന്ന് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ, ഇത് നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം. ആൻഡ് ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് b/3 ഡിസ്റ്റൻസിൽ. ഓക്കെ, സോ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ H ഹൈറ്റിലാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഉള്ളത്. അപ്പം ഇതിൻ്റെ ബോട്ടത്തിൽ ടോപ്പിൽ 0 ആണ് ഇൻറ്റൻസിറ്റി, ബോട്ടം വരുമ്പോഴത്തേക്കും γW(H) ആണ് അതിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രഷർ പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? ഇതൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. ഇവിടെ നിന്നാണ് ഞാൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് എന്ത് വരും? ഈ ഒരു സൈഡിൻ്റെ 1/3 ഡിസ്റ്റൻസ്, സോ H/3 ഡിസ്റ്റൻസിലായിരിക്കും പി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഡബ്ല്യു എന്ന് പറയുന്നത് ഹീലിൽ നിന്നും b/3 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ അപ്ലിഫ്റ്റ് പ്രഷർ യു എന്ന് പറയുന്നത് ഈ ഒരു സൈഡിൽ നിന്ന് ഹീലിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. സോ ഈ സൈഡിൻ്റെ 1/3, ഈ സൈഡ് എന്ന് പറയുന്നത് ബി ആണ്. സോ b/3 ഡിസ്റ്റൻസിലായിരിക്കും അപ്ലിഫ്റ്റ് പ്രഷർ യുവും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ ഫോഴ്സും കാരണം ഉണ്ടാവുന്ന മൊമെൻറ്റ് നമുക്ക് എഴുതാം. ഓക്കെ, മൊമെൻറ്റ് എഴുതുമ്പോഴത്തേക്ക് ഫോഴ്സ് ഇൻറ്റു അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്നുള്ള രീതിക്കാണ് എഴുതുന്നത്. സോ ദാറ്റ് ഡബ്ല്യു വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് b/3, ഡബ്ല്യു b/3 മൈനസ് യു ആൻഡ് വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് b/3 ആൻഡ് മൈനസ് പി വിച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് H/3. ഓക്കെ, ടോട്ടൽ മൊമെൻറ്റ് ഓവർടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ w/3 മൈനസ് യു ഡബ്ല്യു b/3 മൈനസ് യു b/3 മൈനസ് പി H/3 ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ 2 ടേംസിൽ നിന്നും b/3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡബ്ല്യു മൈനസ് യു ഇൻറ്റു b/3 മൈനസ് പി H/3 ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനിയും ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടോട്ടൽ വെയിറ്റ് ഓഫ് ദി ഡാം. ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഈ ഒരു ട്രയാങ്കുലർ ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ, അതായത് നമ്മൾ വെയിറ്റ് എടുക്കുന്നത് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ട്, വോളിയം അതുപോലെ തന്നെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, വോളിയം ആൻഡ് ഡെൻസിറ്റി വെച്ചിട്ടുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എടുക്കുന്നത്. സോ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൻ്റെ വോളിയമാണ്. ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു അതിൻ്റെ യൂണിറ്റ് ലെങ്ത്. ഇതിൻ്റെ ഏരിയ എടുക്കുമ്പോഴത്തേക്കും ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH, ആൻഡ് അതിൻ്റെ വോളിയം കൂടി വേണ്ടി വരുന്നതുകൊണ്ട് യൂണിറ്റ് ലെങ്ത് എടുക്കുന്നു. ദാറ്റ് ഈസ് 1. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിഫിക് ഗ്രാവിറ്റിയുടെയും യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടറിൻ്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ടാണ് ഡെൻസിറ്റി എടുക്കുന്നത്. സോ ദാറ്റ് നമുക്ക് വെയിറ്റ് എന്തെന്ന് കിട്ടുന്നു? ഹാഫ് BH1 ഇൻറ്റു SC ഇൻറ്റു γW. SC എന്ന് പറയുന്നത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും γW എന്ന് പറയുന്നത് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റുമാണ്. സോ ദാറ്റ് നമുക്ക് എന്ത് കിട്ടും? ഡാമിൻ്റെ ടോട്ടൽ വെയിറ്റ് കിട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് അപ്ലിഫ്റ്റ് പ്രഷറാണ്. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷറിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് CγW(H) ആണ് അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹീലിലുള്ള അപ്ലിഫ്റ്റ് പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് CγW(H) ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ അപ്ലിഫ്റ്റ് പ്രഷർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രത്തിൻ്റെ ഏരിയ വേണം. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് BH, ഹാഫ് ബേസ് എന്ന് പറയുന്നത് CγW ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ B ആണ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് CγW(H) ഇൻറ്റു B എന്ന് നമ്മുടെ അപ്ലിഫ്റ്റ് പ്രഷർ എഴുതാം. ദെൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഈ ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ത് വരും? ഹാഫ് ബേസ് എന്ന് പറയുന്നത് γW(H) ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് H. സോ ഹാഫ് γW(H² എന്ന് P യും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് എല്ലാം തന്നെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം W മൈനസ് യു b/3 മൈനസ് പി H/3 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനെ നമ്മൾ റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡബ്ല്യുവിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഹാഫ് ബി എച്ച് എസ് സി ഗാമ ഡബ്ല്യു, അതുപോലെ യുവിന് പകരം ഹാഫ് സി ഗാമ ഡബ്ല്യു ബി എച്ച് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു B/3 മൈനസ് പിക്ക് പകരം ഹാഫ് ഗാമ ഡബ്ല്യു എച്ച് സ്ക്വയർ ഇൻറ്റു H/3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഈ രണ്ട് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു, ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു അതെന്താണ് കോമൺ ആയിട്ടുള്ള ടേമാണ്. സോ ദാറ്റ് വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൾറെഡി ഒരു B/3 ഉണ്ട്. സോ B/3 ഇൻറ്റു ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു, പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് എസ് സി മൈനസ് സി. ഓക്കെ, ഈക്വൽ ടു ഇവിടെ മൈനസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വലിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഗാമ ഡബ്ല്യു h³ 6 എന്നാവുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 × 2 6 ഉണ്ട്. സോ ഈ രണ്ട് സൈഡിലെയും 6 തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ഈ ഒരു ഗാമ ഡബ്ല്യു, രണ്ട് ഗാമ ഡബ്ല്യൂസ് തമ്മിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു എച്ചും ഇവിടെ H³ ഒരു എച്ചും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ബാക്കി എന്തൊക്കെയാണ് വരുന്നത്, B² എസ് സി മൈനസ് സിയും. ഓക്കെ, സോ B² ഇൻറ്റു എസ് സി മൈനസ് സി ഇസ് ഈക്വൽ ടു H² എന്ന് വരും. സോ ദാറ്റ് B² ഇസ് ഈക്വൽ ടു H² ബൈ എസ് സി മൈനസ് സി, അല്ലെങ്കിൽ B, അതായത് നമ്മുടെ ബോട്ടം വിഡ്ത്ത് ഓഫ് ദി ഡാം B എന്ന് പറയുന്നത് B ഇസ് ഈക്വൽ ടു H/√ എസ് സി മൈനസ് സി എന്ന് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. ഓക്കെ, ഇത് എന്താണ് നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ലോവർ മിഡിൽ തേർഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എന്താണ് സബ് കണ്ടീഷൻ വരുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഡാം ഈസ് സേഫ് ഇൻ സ്ലൈഡിങ് എന്നാണ്. അതായത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സിനെക്കാട്ടിലും കൂടുതൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡാം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് ഫോഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ സിഗ്മ വി ആണ്. അതുപോലെ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് സിഗ്മ എച്ച് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്റ്റേണൽ വാട്ടർ പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മാത്രമേ ഉള്ളൂ. പി മാത്രമാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് സിഗ്മ എച്ച് എന്ന് പറയുന്നത് പി ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് മ്യൂ സിഗ്മ വി. ഓക്കെ, സിഗ്മ വി എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് വെയിറ്റും അതുപോലെ തന്നെ അപ്ലിഫ്റ്റ് പ്രഷറുമാണ്, വിച്ച് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നമ്മുടെ സിഗ്മ വി എന്ന് പറയുന്നത് W - U എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സേഫ് ഇൻ സ്ലൈഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ സിഗ്മ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ എച്ച്. അതാണ് മ്യൂ ഇൻറ്റു W - U ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി എന്ന് എഴുതിയിരിക്കുന്നത്. ഡബ്ല്യുവിൻ്റെയും യുവിൻ്റെയും പിൻ്റെയും വാല്യൂസ് നമുക്കറിയാം. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുന്നു. സോ മ്യൂ ഇൻറ്റു ഹാഫ് ബി എച്ച് എസ് സി ഗാമ ഡബ്ല്യു മൈനസ് ഹാഫ് സി ഗാമ ഡബ്ല്യു ബി എച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പിൻ്റെ വാല്യൂ ഹാഫ് ഗാമ ഡബ്ല്യു H² എന്നാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ, മ്യൂ ഓൾറെഡി കോമൺ ആയിട്ടുണ്ട്. ദെൻ ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ ബാക്കിയുള്ളത് എസ് സി മൈനസ് സി. സോ മ്യൂ ഹാഫ് അല്ലെങ്കിൽ എന്താണ് ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു മ്യൂ ഇൻറ്റു എസ് സി മൈനസ് സി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഡബ്ല്യു H²/2. സോ ദാറ്റ് ഹാഫ് ക്യാൻസൽ ചെയ്യാം. 2 ഡിനോമിനേറ്ററിലെ 2 ക്യാൻസൽ ചെയ്യാം. ഗാമ ഡബ്ല്യു ക്യാൻസൽ ചെയ്യാം. ദെൻ ഓരോ എച്ച് വീതം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാലൻസ് വരുന്നത് മ്യൂ ഇൻറ്റു എസ് സി മൈനസ് സി ഇൻറ്റു ബി ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H എന്നാണ് വരുന്നത്. സോ ദാറ്റ് നമ്മുടെ ബിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം, ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H/μ ഇൻറ്റു എസ് സി മൈനസ് സി. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ബോട്ടം വിഡ്ത്ത് ഓഫ് ദി ഡാമിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കണ്ടീഷൻ പറഞ്ഞാൽ ബി ഈക്വൽ ടു H/μ ഇൻറ്റു എസ് സി മൈനസ് സി. ഇതാണ് ഡാം സേഫ് ഇൻ സ്ലൈഡിംഗ് എന്ന് പറയുന്ന സബ് കണ്ടീഷൻ വരുമ്പോഴുള്ള ബോട്ടം വിഡ്ത്ത്. ഇത് മിനിമം ബോട്ടം വിഡ്ത്ത് ആണ്. നമ്മുടെ ഡിസൈൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ബോട്ടം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ H/μ ഇൻറ്റു എസ് സി മൈനസ് സി. മിനിമം വാല്യൂ ആണ് H/μ ഇൻറ്റു എസ് സി മൈനസ് സി. നമ്മൾ ചെയ്യുന്നത് മോസ്റ്റ്ലി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനേക്കാളും കൂടിയ വാല്യൂസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൻ്റെ വാല്യൂസ് കിട്ടി, രണ്ട് കണ്ടീഷൻസിലുള്ളത്. പിന്നെ എന്താണ് ഡാം എംറ്റി അടിക്കുന്ന സമയത്തുള്ള വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസും കിട്ടി. മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ്, മിനിമം വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കണ്ടീഷനിൽ ഡാം എന്താണ് ഫുള്ളായിരിക്കുന്ന സമയത്തുള്ള വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 ± 6e/b. സിഗ്മ വി എന്ന് പറയുന്നത് എന്താണ്, W - U ആണ്. അതിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സിഗ്മ വിക്കുള്ള വാല്യൂ ഹാഫ് ബി എച്ച് ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് സി മൈനസ് സി എന്ന് നമുക്ക് കിട്ടുന്നു. എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ നമുക്കറിയാം B/6. ഈ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ പി മാക്സ് അല്ലെങ്കിൽ പി മിനിമം എന്ന് പറയുന്നത് സിഗ്മ വി എന്ന് പറയുന്നത് ഹാഫ് ബി ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എസ് സി മൈനസ് സി ഡിവൈഡഡ് ബൈ ബി 1 ±
എന്താണ് 6/b ഇൻറ്റു ഇ എന്ന് പറയുന്നത് b/6. ഓക്കെ, സോ നമുക്ക് 1 + or - 1 എന്ന് കിട്ടും ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ. പിന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 2b തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നു. സോ നമ്മുടെ എന്താണ് മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ഹാഫ് γWh ഇൻറ്റു SC - C ഇൻറ്റു മാക്സിമം ആണ്. സോ 1 + 1 2 എന്ന് കിട്ടും. സോ ദാറ്റ് 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ മാക്സിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് γWh ഇൻറ്റു SC - C എന്ന് കിട്ടുന്നു. ഓക്കെ, അതുപോലെ മിനിമം നോക്കിക്കഴിഞ്ഞാൽ 1 - 1 0 ആയി പോകുന്നു. മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0 കിട്ടുന്നു. ഓക്കെ, ഇവിടെ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഒക്കറിങ് അറ്റ് ടോ, ബിക്കോസ് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ടോയ്ക്ക് അടുത്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മിനിമം വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ഹീലിലായിരിക്കും. നമ്മുടെ MT കണ്ടീഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. MT കണ്ടീഷനിൽ മാക്സിമം സ്ട്രെസ് ഹീലിലും മിനിമം സ്ട്രെസ് ടോയിലുമായിരുന്നു. ഫുൾ ആയിരിക്കുന്ന കണ്ടീഷനിൽ അത് നേരെ റിവേഴ്സ് ആവുന്നു. മാക്സിമം സ്ട്രെസ് ടോയിലും മിനിമം സ്ട്രെസ് ഹീലിലുമായിട്ട് മാറുന്നു. ആൻഡ് മാക്സിമം സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് γWh ഇൻറ്റു SC - C ആണ്. അതുപോലെ മിനിമം സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എലമെൻ്ററി പ്രൊഫൈൽ വന്നു കഴിയുമ്പം പ്രിൻസിപ്പൽ സ്ട്രെസ്സിലും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിലും ഉണ്ടാവുന്ന മാറ്റം എന്താണ്? ഈ ഒരു പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും ഡെറിവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെയിൽ വാട്ടർ ഇല്ല എന്നുള്ളൊരു അസംഷൻ എടുക്കുന്നത്. P' 0 ആണെന്നുള്ള അസംഷൻ എടുക്കുന്നത് ഈ ഒരു ഡെറിവേഷന് വേണ്ടിയിട്ടാണ്. സോ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിഗ്മ = PV sec² alpha - P' tan² alpha. സോ വി ഹാവ് ഓൾറെഡി അസ്യൂംഡ് ദാറ്റ് ദർ ഈസ് നോ ടെയിൽ വാട്ടർ. സോ ദാറ്റ് P' വാല്യൂ എന്തായിട്ട് മാറുന്നു? 0 ആയിട്ട് മാറുന്നു. സോ നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സായ PV sec² alpha ആണ് നമ്മുടെ സിഗ്മേൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, PVൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. തൊട്ട് മുന്നേ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PV എന്ന് പറയുന്നത് γWh ഇൻറ്റു SC - C ആണ്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? γWh ഇൻറ്റു SC - C പിന്നെ sec² alpha. ഓക്കെ, ഇനി ഈ ഒരു sec² alpha നമുക്ക് ട്രിഗണോമെട്രിക് റിലേഷൻസ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യാം. 1 + tan² alpha എന്നാക്കി മാറ്റാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇക്വേഷനിലേക്ക് മാറും. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ആൽഫ ആംഗിൾ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ ടാൻ ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ ദാറ്റ് ടാൻ ആൽഫയുടെ വാല്യൂ B/H എന്ന് മാറുന്നു. ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. 1 + tan² alpha എന്ന sec² alpha നമ്മൾ റീറൈറ്റ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, tan² alphaയ്ക്ക് വാല്യൂ കണ്ടുപിടിക്കുന്നു. ടാൻ ആൽഫ എന്ന് പറയുന്നത് B/H ആണ്. സോ ദാറ്റ് tan² alpha ഈസ് B²/H², ബിക്കോസ് ആൽഫ എന്ന് പറയുന്നത് ഇവിടെയുള്ള ആംഗിളാണ്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. സോ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് റീറൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും γWh SC - C ഇൻറ്റു 1 + B²/H² ആയിട്ട് മാറുന്നു. ഇനി ഡാം ഫുള്ളായിരിക്കുന്ന സമയത്തുള്ള ബീൻ്റെ വാല്യൂ എന്താണ്? നമ്മുടെ UW ആൻഡ് Pൻ്റെ റിസൾട്ടൻ്റെ ലോവർ മിഡിൽ തേർഡ് പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോഴുള്ള ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് H/√SC - C ആണ്. അപ്പോൾ നമുക്ക് B/Hൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടും? 1/√SC - C എന്ന് കിട്ടും. അതല്ലെങ്കിൽ B²/H² എന്ന് പറയുന്നത് 1/SC - C എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് സിഗ്മ എന്ന് പറയുന്നത് γWh ഇൻറ്റു SC - C ഇൻറ്റു 1 + 1/SC - C എന്നായിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംഗിൾ ടേം ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് SC - C + 1 / SC - C എന്ന് പറയുന്ന ഒറ്റ ടേം ആയിട്ട് മാറും. സോ ദാറ്റ് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന SC - Cയും ഇവിടെയുള്ള SC - Cയും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കി എന്തൊക്കെ വരും? γWhഉം പിന്നെ നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത SC - C + 1 എന്ന് പറയുന്നൊരു ടേം മാത്രം വരും. സോ നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് γWh ഇൻറ്റു SC - C + 1 എന്ന് പറയുന്ന ഒരു പുതിയ ഫോർമുലയിലേക്ക് മാറുന്നു എലമെൻ്ററി പ്രൊഫൈലിൻ്റെ കേസിൽ. നമ്മുടെ ഡാമിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ആണ്. അതിൻ്റെ SCയുടെ വാല്യൂ 2.4, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി കോൺക്രീറ്റ് 2.4 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ Cൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മാൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് γW ആൻഡ് H നമുക്ക് എന്ത് ചെയ്യാം, 1.71 γWh എന്നായിട്ട് മാറ്റി എഴുതാം. ഇതാണ് നമ്മുടെ എലമെൻ്ററി പ്രൊഫൈലിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അത് ചോദിച്ചാൽ ഇതുവരെ ഡെറൈവ് ചെയ്താലും മതി. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു PV - P' tan alpha എന്നാണ്. P' ടെയിൽ വാട്ടർ ഇല്ല, സോ P' 0 ആണ്. സോ ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു PV tan alpha എന്ന് മാറുന്നു.
പി വിയുടെ വാല്യൂ നമുക്കറിയാം ഗാമ ഡബ്ല്യു എച്ച് എസ് എസ് സി മൈനസ് സി. ഓക്കെ, സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് എസ് എസ് സി മൈനസ് സി ടാൻ ആൽഫ എന്ന് മാറുന്നു. ടാൻ ആൽഫൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് സച്ച് ആസ് ബി ബൈ എച്ച്. സോ ഗാമ ഡബ്ല്യു എച്ച് എസ് എസ് സി മൈനസ് സി ബി ബൈ എച്ച്. ദെൻ ബീൻ്റെ വാല്യൂ നമുക്കറിയാം എച്ച് ബൈ റൂട്ട് എസ് എസ് സി മൈനസ് സി. അതിന് ബി ബൈ എച്ച് എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് എസ് എസ് സി മൈനസ് സി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോയിനെ റീറൈറ്റ് ചെയ്യുന്നു. ഗാമ ഡബ്ല്യു എച്ച് എസ് എസ് സി മൈനസ് സി ഇൻറ്റു 1 ബൈ റൂട്ട് എസ് എസ് സി മൈനസ് സി. സോ ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ടോ ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു എച്ച് റൂട്ട് എസ് എസ് സി മൈനസ് സി എന്നായിട്ട് മാറുന്നു. എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് എസ് എസ് സിൻ്റെയും സിൻ്റെയും വാല്യൂസ് 2.4 എന്നും 1 എന്നും കൊടുത്ത് ഗാമ ഡബ്ല്യു എച്ചിൻ്റെ ടേംസിലായിട്ട് മാറ്റി എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഷിയർ സ്ട്രെസ് ഫോർ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു എച്ച് റൂട്ട് എസ് എസ് സി മൈനസ് സി എന്നായിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഗ്രാവിറ്റി ഡാമും അതുപോലെ തന്നെ എലമെൻ്ററി പ്രൊഫൈലും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സോ എന്താണ്, ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഡെറിവേഷൻസിൻ്റെ ബേസിലാണ് നമുക്ക് 2 ടൈപ്സ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, അതായത് ഹൈ ആൻഡ് ലോ ഗ്രാവിറ്റി ഡാംസ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ് ഹൈറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രഷിംഗ് ഫെയിലുവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മോഡ്സ് ഓഫ് ഫെയിലുവർ ഡിസ്കസ് ചെയ്തപ്പം. സോ ക്രഷിംഗ് ഫെയിലുവർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെബിലിറ്റി റിക്വയർമെൻറ്റ്സിൽ വരുന്നത്. അപ്പം ക്രഷിംഗ് ഫെയിലുവർ അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാമിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി മാക്സിമം അലോവബിൾ കംപ്രസീവ് സ്ട്രെസ് ഓഫ് ദി ഡാം മെറ്റീരിയൽ. സോ നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ എന്ന് പറയുന്നത് അലോവബിൾ കംപ്രസീവ് സ്ട്രെസ്സിനേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഡാം മെറ്റീരിയൽ എന്ത് ചെയ്യും, ക്രഷ് ചെയ്ത് ഫെയിൽ ആയി പോകും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, എലമെൻ്ററി പ്രൊഫൈലിൻ്റെ സിഗ്മയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സച്ച് ആസ് ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എസ് എസ് സി മൈനസ് സി പ്ലസ് 1 എന്ന്. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂ ഓഫ് സ്ട്രെസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാമിൻ്റെ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ആ ഒരു ഹൈറ്റിൻ്റെ ബേസിസിലാണ് അതൊരു ഹൈ ഗ്രാവിറ്റി ഡാമാണോ അതുപോലെ ലോ ഗ്രാവിറ്റി ഡാമാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇപ്പോൾ എഫ് ആണ് നമ്മുടെ ഡാമിന് അലോവബിൾ ആയിട്ടുള്ള സ്ട്രെസ് എന്ന് വയ്ക്കുക. ഓക്കെ, വിച്ച് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ഗാമ ഡബ്ല്യു എച്ച് ഇൻറ്റു എസ് എസ് സി മൈനസ് സി പ്ലസ് 1. അതായത് നമ്മുടെ സിഗ്മയുടെ സെയിം ഇക്വേഷൻ തന്നെയാണ് എഫ് ആണ് നമ്മുടെ അലോവബിൾ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ഗാമ ഡബ്ല്യു എച്ച് എസ് എസ് സി മൈനസ് സി പ്ലസ് 1. ഓക്കെ, സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, എച്ചിൻ്റെ ഒരു ഇക്വേഷനായിട്ട് ഇതിനെ റീറൈറ്റ് ചെയ്യാം സച്ച് ദാറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് എസ് സി മൈനസ് സി പ്ലസ് 1 എന്ന് മാറ്റി എഴുതാം. ഓക്കെ, സോ നമുക്ക് വേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. അതായത് അലോവബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് എഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എലമെൻ്ററി പ്രൊഫൈലിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്, ഈ ഒരു സ്ട്രെസ് എക്സീഡ് ചെയ്യാണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് നമുക്ക് വേണം. ഓക്കെ, സോ മാക്സിമം ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, 0 ആക്കണം. സി 0 ആയി കഴിഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ കിട്ടുന്നു. സോ എച്ച് മാക്സ് എന്ന് പറയുന്നത് എന്ത് വരുന്നു, നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്ത് വരണം, ഡിനോമിനേറ്റർ അത്രയും മിനിമം ആയി കഴിഞ്ഞാൽ എച്ച് മാക്സിമം വരത്തുള്ളൂ. ഡിനോമിനേറ്റർ മിനിമം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സി 0 ആക്കി മാറ്റുന്നു. സോ എച്ച് മാക്സ് എന്ന് പറയുന്നത് എഫ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് എസ് സി പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഇതാണ് നമ്മുടെ മാക്സിമം ഹൈറ്റ്. അലോവബിൾ സ്ട്രെസ്സിനെ എക്സീഡ് ചെയ്യാണ്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എഫ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എസ് എസ് സി പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഈ ഒരു ലിമിറ്റിംഗ് ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ ഗ്രാവിറ്റി ഡാം, ഹൈ ഗ്രാവിറ്റി ഡാം എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഡാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റിനെക്കാട്ടിലും ലെസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ലോ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി ഡാം ഈസ് മോർ ദാൻ ദിസ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ ഹൈ ഗ്രാവിറ്റി ഡാം. സോ എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ ഗാമ ഡബ്ല്യു എസ് എസ് സി പ്ലസ് 1 ആണ്. ഇതിനേക്കാളും കൂടിയ ഹൈറ്റിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹൈ ഗ്രാവിറ്റി ഡാം ആവുന്നു. അതുപോലെ ഇതിനേക്കാളും കുറവാണ് നമ്മുടെ ഡാമിൻ്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അതൊരു ലോ ഗ്രാവിറ്റി ഡാം ആയിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒരു മൊഡ്യൂളിൽ വരുന്നത്, ഡെറിവേഷൻ പാർട്ടിൽ വരുന്നത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗാലറീസ്, അതുപോലെ തന്നെ നമ്മുടെ ഡാമിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ് ലൈക്ക് ഷാഫ്റ്റ്, കീസ്, അതുപോലെയുള്ള വാട്ടർ സ്റ്റോപ്സ് പോലെയുള്ള കമ്പോണൻസിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയാണ്. സോ അത് നമുക്കിനി ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.